Mahalakshmi and Siad. Welcome back again. Thank you. ജോസ്കോ ഇന്ത്യൻ വോയ്സ് സീസൺ 1 ഗസ്റ്റ് ജഡ്ജ് ആയിരുന്നു മഹാലക്ഷ്മി അയ്യർ. എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു സിംഗറാണ്. ഈ പാട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. താങ്ക്സ് അലോട്ട് ഈ പാട്ട് കൊണ്ടുവരുന്നതിന്. നന്നായി പാടാൻ കഴിയട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. കണ്ടുകൊണ്ടേ കാതൽ മുഖം കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ കാതൽ മുഖം കണ്ടുകൊണ്ടേ വിരൽ തൊടും ദൂരത്തിലെ വെണ്ണിലവ് കണ്ടുകൊണ്ടേ വെണ്ണില വെളിച്ചം കിണ്ണത്തിൽ വിഴുந்து நிறைந்தால் வழிந்தால் மகிழ்ச்சி வெண்ணில வெளிச்சம் கிண்ணத்தை உடைத்தால் உயிரை உடைத்தால் ஒரு தீ என் கண் பார்த்தது என் கை சேருமோ கை சேராமலே கண்ணீர் சேருமோ கண்டு கொண்டேன் காதல் முகம் கண்டு கொண்டேன் மலர் மஞ்சம் விழி கெஞ்சும் மனமஞ்சும் அல்லவா உயிர் மிஞ்சும் இவள் நெஞ்சம் உன் தஞ்சமல்லவா உன் தனிமை கதவின் தாய் நீக்கவா கண்டு கொண்டேன் காதல் முகம் கண்டு மேகம் தீரந்தால் அதற்குள்ளன் முகம் பார்க்கிறேன் பூக்கள் தீரந்தால் அதற்குள்ளன் குரல் கேட்கிறேன் கண்களை தீரந்தும் கனவுகள் வளர்க்கும் காதலின் வீரர்கள் கண்ணையும் தீரக்கும் உன்னை தேடியே இனி எனது பயணமோ உந்தன் சாலைகள் உன் வீட்டில் முடியுமோ ஏ கனவு மங்கையே உனது மனது எனது மனதில் இணையுமோ கண்டு கொண்டேன் காதல் முகம் கண்டு கொண்டேன் விரல் தொடும் தூரத்திலே நிலவு கண்டு கொண்டே நதியின் தேடல் கடைசியில் கடல் காண்பது உயிரின் தேடல் கடைசியில் உன்னை காண்பது கடல் கொண்ட நதியோ முகம் தனி இழக்கும் நானும் உன்னில் கலந்தால் புது முகம் கிடைக்கும் நட்சத்திரங்களை ஒரு மார்பில் கட்டுவேன் எந்த நேரமும் உன் கதவை தட்டுவேன் காதல் தேவனே எனது இமையில் உனது
ദൂരത്തിലെ ഇതൾതൊടും ദൂരത്തിലെ നിലവ് കണ്ടുകൊണ്ടേ കാതൽ മുഖം കണ്ടുകൊണ്ടേ. ശ്രീലക്ഷ്മി ഇപ്പോഴും പേടിച്ച് നിൽക്കുകയാണോ? ഇപ്പോഴാണ് കൂടുതൽ പേടിയായത് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഭയങ്കര പേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ആരെടുത്ത് ആദ്യം ചോദിക്കണം? ശ്രീനി സർ. സിയാദ് സർ, സ്റ്റാൻഡിംഗ് ഓവേഷൻ. സിയാദിന് കുറെ ഗ്രേറ്റ് പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ തിങ്ക് ദിസ് ഇസ് യുവർ ബെസ്റ്റ്. ശ്രീലക്ഷ്മി നന്നായിട്ട് പാടി, കറക്റ്റായിട്ട് പാടി ഒരുപാട്. പ്രോബബ്ലി സിയാദ് പാടിയത് കൊണ്ടായിരിക്കാം വേറെ ആരെങ്കിലും കൂടെ പാടിയിരുന്നെങ്കിൽ മേ ബി ശ്രീലക്ഷ്മി ആ ഒരു ഫോക്കസ് ഇങ്ങോട്ടായിരുന്നു എപ്പോഴും. ദാറ്റ് വാസ് ദ പ്രോബ്ലം. ശ്രീലക്ഷ്മിയുടെ നോട്ട്സൊക്കെ കറക്റ്റായിരുന്നു, ബട്ട് ആ ഫീല് പറഞ്ഞു തരാൻ പറ്റില്ല. എക്സ്പ്രഷൻ എന്നുള്ള കാര്യം അത് അകത്തുനിന്ന് വരണം, അത് കുറവായിരുന്നു ശ്രീലക്ഷ്മി. വാട്ട് ഓർക്കസ്ട്രേഷൻ, വാട്ട് എ സോങ്. A.R. റഹ്മാൻ. ശ്രീലക്ഷ്മി ഫീൽ കുറച്ചും കൂടി, അത് മാത്രമാണ് എനിക്ക്. പിന്നെ വാ തുറന്നിട്ടില്ല വീണ്ടും. താങ്ക് യു ശ്രീനി സർ. ശരത് സർ. സിയാദ് സൂപ്പർ പറഞ്ഞു. എനിക്ക് കുറേ ഇഷ്ടമായി സിയാദ് പാടിയത്. ഞാൻ ശ്രീലക്ഷ്മി ഇപ്പോഴാണ് കാണുന്നത്. മോള് അത് ഇവിടുന്ന് പാടി, അത്രേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് എനിക്ക് വന്നതായിട്ട് തോന്നിയില്ല മോള് പാടിയിട്ട്. എന്താ പറ്റിയ ശ്രീലക്ഷ്മിക്ക്? പേടിയാണ്, ഭയങ്കര പേടിയാണ്. എന്തിന്? ആരെയാ പേടി? ജോസിയെയോ? ജോസിക്ക് പിന്നെ ജോയോ ഒരു കാര്യം പറയാനുണ്ട്. അത് അവസരത്തിൽ ഞാനത് പറയാൻ, കാരണം നമ്മുടെ ഈ ഒരു എന്താ പറയണ്ടേ, ടോട്ടലി ഈ ഒരു മൊത്തം ആളുകളിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യവാനാണ് ജോസി. നിങ്ങൾക്കറിയോ? കാര്യം അറിയോ? അറിഞ്ഞില്ല. ജോസിക്ക് ഭാഗ്യക്കുറി അടിച്ചു, ലോട്ടറി അടിച്ചു. അപ്പം ഞങ്ങളെല്ലാം കൂടെ പറഞ്ഞു ട്രീറ്റ് വേണം എന്ന് പറഞ്ഞ്. ട്രീറ്റൊക്കെ തരാം ജോസി പറഞ്ഞു, ട്രീറ്റ് തരാം, പക്ഷേ അതിൻ്റെ പൈസയൊക്കെ നിങ്ങൾ കൊടുത്തോണമെന്ന്. കാര്യം വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് ജോസിക്ക് ലോട്ടറി അടിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ ജോസിക്ക് ട്രീറ്റ് കൊടുക്കാൻ പോവാണ് അടിച്ചുകൊണ്ട്. ഓർക്കസ്ട്രക്കാർക്ക് മുഴുവൻ എൻ്റെ വക ട്രീറ്റ്. ഓക്കെ, അപ്പം മോളെ പാട്ടിലേക്ക് വരാം. ജോസി അവിടെ നിൽക്കട്ടെ. ശ്രീലക്ഷ്മി എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒരു ഇടിവെട്ട് പാട്ടുകാരിയാണ്. എനിക്കൊക്കെ കുറേ പ്രതീക്ഷയുണ്ട് മോളിൽ. അപ്പം ആ പ്രതീക്ഷ ആസ്ഥാനത്താക്കരുത്. അത് വെറും കണ്ടുകൊണ്ടേന്ന് പാടുന്നതിനകത്തൊരു കാര്യമില്ല. അതിനെന്താ പറയണ്ട, അതിനൊരു ഹിഡൻ സുഖമുണ്ട്. അത് മോള് കണ്ടുപിടിക്കണം. ഇത് നമുക്ക് മോളെ ഇതൊന്ന് കുറയ്ക്ക്, വെലോസിറ്റി കുറയ്ക്ക്, ഇത് കൂട്ട്, ഇങ്ങോട്ടാക്ക്, ഇങ്ങോട്ട് തിരി, ഇടതാനെ വലതാനെ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു ഇത് മോള് മനസ്സിലാക്കിയിട്ട്, ഞാൻ എപ്പോഴും ഒരു കാര്യം പറയുന്നുണ്ട്, വെറും നോട്ട്സായി പോകരുത് മ്യൂസിക്, കേട്ടോ. അതല്ല സംഗീതം, അത് വേണം. അതിന് കൂടെ ഇതും കൂടെ ഉണ്ടെങ്കിലേ കൊള്ളാവൂ, കേട്ടോ. വിഷമം വിചാരിക്കേണ്ട കാര്യമല്ല, മോൾ ഉഗ്രം പാട്ടുകാരിയാണ്. ഇത് പക്ഷേ എനിക്ക് ഇങ്ങനെ പാടിയാൽ പോരാ ശ്രീലക്ഷ്മി, കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. സിയാദു എന്താ പാടിയേ? ഓഫ്, ദൃഷ്ടി ചുറ്റിയിടണം. അതായിരുന്നു മോളുടെ പ്രശ്നവും. സിയാദ് ഇങ്ങനെ പാടിയതുകൊണ്ടാണ് ശ്രീലക്ഷ്മിക്ക് നമ്മൾ ഭയങ്കര ഒരു ലെവലിൽ വ്യത്യാസം തോന്നുന്നു. നമ്മളിപ്പോൾ ക്ലിനിക്കലായിട്ട് പാടേണ്ട പാട്ടൊക്കെ അസാധ്യമായിട്ട് പാടും. ഈ പാട്ടിൽ അതല്ല. അപ്പോൾ യു ക്യാൻ ഡു മോളെ. വോയിസ് ഭയങ്കര രസമുണ്ടായിരുന്നു ഈ പാട്ടിൽ കേൾക്കാൻ. പക്ഷെ ആ എക്സ്പ്രഷൻസ് ഇപ്പോൾ കണ്ടു അതിൽ തന്നെ ഒരുപാടുണ്ട്, അതൊന്നും വന്നില്ല. പിന്നെ അതുപോലെ ചരണത്തിൻ്റെ ഫസ്റ്റ് ലൈൻ അത് ഇയാൾ പാടിയപ്പോൾ എന്തൊരു രസമായിരുന്നു അറിയുമോ. അതെന്തോ മോളെ ഇങ്ങനെയാണ് പാടണേ. അതല്ല, അതിലും മേലെ എന്തോ ഒരു സാധനം ഉണ്ടായില്ല. അത് യു ക്യാൻ ഡു. അത് എങ്ങനെയത് കേൾക്കുമ്പോൾ അത് മനസ്സിലാക്കണം നമ്മൾ. അത് ഇപ്പോൾ മഹാലക്ഷ്മി പാടിയേക്കണേ, മഹാലക്ഷ്മി ഭയങ്കര ഫീലിൻ്റെ ഉസ്താദാണ്. ഭയങ്കര രസമാണ് ആ കുട്ടി പാടണേ.
അപ്പം അത് എടുക്കാതെ എങ്ങനെ ശ്രീലക്ഷ്മി ഇത്രയും പാട്ട് അറിയുന്ന കുട്ടി അതെങ്ങനെ അബ്സോർബ് ചെയ്യുന്നില്ല എന്ന് എനിക്കൊരു അത്ഭുതമുണ്ട് എപ്പോഴും. അത് മോൾ ആ തലത്തിൽ ചിന്തിച്ചു തുടങ്ങാം ഇനി. യു ഹാവ് ടു ഡു. മാർക്സ് അറിയാം. ഓക്കെ, ശ്രീനി സർ. 27 on 30. Thank you, Srini sir. Sujay Chechi. 27 on 30. Thank you, Chechi. Sharat sir. പാട്ടുകാരിയല്ലേ, ഞാൻ വലുതായിട്ടൊന്നും കുറയ്ക്കുന്നില്ല, എന്നാലും പോരാ. 26.5 on 30. Thank you, Sharat sir. 80.5 on 90. ഇനി 10 എത്ര മാർക്കാണെന്ന് നോക്കാം. 8 on 10. 88.5 on 100.